രാഹുൽ മാങ്കൂട്ടം MLA ആണ്, അദ്ദേഹം പാലക്കാട്ടേക്ക് പോകുന്നു എന്ന് പറയുന്നത് കേട്ടു. പോകുന്നത് നല്ല കാര്യമാണ്. പോലീസിന് ഇത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ല, കാരണം ഇത് ക്ലോസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഫാക്ച്വൽ റിപ്പോർട്ട്, അത് ഫർദറായിട്ട് ഇനി ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നൊരു റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും. അതോടുകൂടി മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് പോലീസ് നടത്തിയതെന്നും പോലീസ് എന്താണ് അവരുടെ നിഗമനമെന്നും പോലീസ് എന്തുകൊണ്ടാണ് ഒരു കേസെടുത്തതെന്നും അതിനകത്തൊരു കോഗ്നിസൻസ് ഉണ്ടെന്ന ഒരു DYSP അത് ലോക്കൽ പോലീസിലുള്ള ആളല്ല, ക്രൈംബ്രാഞ്ചുള്ള ആൾക്ക് തോന്നാൻ കാരണമെന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരും. 11 പേരുടെ മൊഴി തേർഡ് പാർട്ടികളെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത, ഒരു ഗർഭഛിദ്രമായിട്ട് ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ ഒരാളെ അവഹേളിച്ചു എന്ന് പറയാനായിട്ട് ഒരു മൊഴി കൊടുക്കാൻ തയ്യാറില്ലാത്ത 1-2 സ്ത്രീകൾ, 2-3 സ്ത്രീകളും മറ്റു 11 പേരും വന്നിരിക്കുന്നതൊക്കെ ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ് തേർഡ് പാർട്ടികളെ. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് MLA അതിനകത്ത് പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരു സ്കോപ്പുമില്ല. അടുത്ത തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യമാണ് ഇപ്പോഴും ചർച്ചാ വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ രാഹുലിനെ സഭയിലെത്തിക്കുന്നതിൽ കോൺഗ്രസ് നിലപാട് നിർണായകമാകും. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസിൽ അഭിപ്രായ സമന്വയം ഉണ്ടാക്കാനായിട്ടില്ല. രാഹുൽ സമ്മേളനത്തിൽ പങ്കെടുക്കട്ടെ എന്ന നിലപാടിൽ UDF കൺവീനറും KPCC അധ്യക്ഷനും നിൽക്കുന്നു. അതേസമയം ഒരു കാരണവശാലും രാഹുലിനെ സഭയിൽ പങ്കെടുപ്പിക്കരുത് എന്ന ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതൃയോഗവും ചേരുന്നുണ്ട്. സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യം തീരുമാനിക്കാനുള്ള അവകാശം MLA എന്ന നിലയിൽ രാഹുലിനുണ്ട് എന്ന വാദവും കോൺഗ്രസിനുള്ളിൽ ശക്തമാണ്. ഈ ഒരു നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിനകത്ത് ഒരു കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ്. രാഹുൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഭിന്നത രൂക്ഷമായിട്ടുണ്ട്. രാഹുൽ സഭയിലെത്തുന്നത് ഭരണപക്ഷത്തിന് പ്രതിപക്ഷത്തെ അടിക്കാൻ വടി വെട്ടിക്കൊടുക്കുന്നതിന് തുല്യമാണ് എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. അങ്ങനെ സംഭവിച്ചാൽ മറ്റു വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഭരണപക്ഷം ഈ അവസരം ഉപയോഗിക്കും. കസ്റ്റഡി മർദ്ദനമടക്കമുള്ള സർക്കാരിനെ പ്രതിക്കൂട്ടിലും പ്രതിരോധത്തിലുമാക്കാൻ കിട്ടുന്ന അവസരം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ രാഹുൽ സഭയിലെത്തിയാൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോഴെല്ലാം രാഹുലിനെ പരിചയാക്കി ഭരണപക്ഷം രക്ഷപ്പെടാൻ ഇടയാകും. അങ്ങനെ ഒരു രക്ഷപ്പെടൽ അവസരം നൽകാനാകില്ല എന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നു. അതിന് രാഹുൽ സഭയിൽ ഇല്ലാതിരിക്കണമെന്നാണ് ഇവരുടെ വാദം. പോലീസ് മർദ്ദനമടക്കം സർക്കാരിനെതിരെ ഒട്ടേറെ വിഷയങ്ങളുള്ളപ്പോൾ ചർച്ചകൾ രാഹുലിൽ കേന്ദ്രീകരിക്കുന്ന സാഹചര്യവും ലൈംഗികാരോപണം നേരിടുന്ന ഭരണപക്ഷ MLA-മാരെ ഉന്നമിട്ട് രാഹുലിന് പ്രതിരോധം തീർക്കുന്ന പ്രതീതിയും പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും അഭിപ്രായമുണ്ട്. എന്തായാലും ഞായറാഴ്ചക്കകം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അതേസമയം നേരിട്ടൊരു പരാതി പോലും കിട്ടാത്ത കേസിൽ പാർട്ടി രാഹുലിനെ തഴയുന്നത് ശരിയല്ല എന്ന നിലപാടിലാണ് മറ്റൊരു വിഭാഗം കോൺഗ്രസുകാർ. VD സതീശിനെ ഉന്നമിട്ടാണ് രാഹുൽ അനുകൂലികളുടെ ആക്രമണം. രാഹുലിനെതിരെ നടപടിയെടുക്കാൻ സതീശൻ അനാവശ്യ തിടുക്കം കാട്ടുകയാണ് എന്നും കടുംപിടുത്തം പിടിക്കുകയാണ് എന്നും രാഹുൽ അനുകൂലപക്ഷം ആരോപിക്കുന്നുണ്ട്. രാഹുലിനെതിരായ നടപടിയിൽ ഒരു വിഭാഗം യുവ നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. അതേസമയം ലൈംഗികാരോപണ കേസിൽ അന്വേഷണത്തിൽ അപ്രതീക്ഷിതമായ ഒരു പ്രതിസന്ധിയാണ് അന്വേഷണ സംഘം നേരിടുന്നത്. നേരിട്ട് പരാതിക്കാരില്ലാത്ത ഒരു കേസിൽ മൊഴികളും മൂന്നാം കക്ഷികളുടെ പരാതിയും അടിസ്ഥാനമാക്കി കേസെടുത്ത് ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം ആരംഭിച്ചത് മറ്റു ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. MLA-ക്കെതിരെ മൊഴി നൽകിയ യുവനടിയെയും ശബ്ദരേഖ പുറത്തുവന്ന മറ്റൊരു യുവതിയെയും പരാതിക്കാരികളാക്കി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാമെന്നും അതുവഴി രാഹുലിനെതിരായ കേസ് ശക്തമാക്കാമെന്നും ക്രൈംബ്രാഞ്ച് കണക്കുകൂട്ടിയിരുന്നു. എന്നാൽ 2 യുവതികളും പരാതി നൽകി നിയമപരമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ല എന്നറിയിച്ചതോടെ ഒട്ടും പ്രതീക്ഷിക്കാതെ കേസ് വഴിമുട്ടിപ്പോയ അവസ്ഥയിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ. ഇതോടെ രാഹുലിനെതിരെ കുരുക്കുമുറുക്കാമെന്ന് കരുതിയിരുന്ന ക്രൈംബ്രാഞ്ചിന് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയുമായി. കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ നിയമോപദേശം തേടിയിരിക്കുകയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം. മൊഴിയിൽ ഉറച്ചു നിൽക്കുന്ന യുവനടിയെ പരാതിക്കാരിയായി പരിഗണിക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടുന്നത്. അതിനിടയിൽ അന്വേഷണത്തിൽ അതീവ നിർണായകമായേക്കാവുന്ന ഒരു കണ്ടുപിടുത്തം ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയിട്ടുമുണ്ട്. ഗർഭഛിദ്രത്തിന് യുവതിക്ക് മരുന്നെത്തിച്ചു നൽകിയത് രാഹുലിന്റെ അടുത്ത സുഹൃത്തായ യുവ വ്യവസായിയാണ് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. അശാസ്ത്രീയ ഗർഭഛിദ്രം നടന്നത് ഗർഭാവസ്ഥയുടെ 4ാം മാസമാണ്. രാഹുലിനൊപ്പം വ്യവസായിയും ഗർഭഛിദ്രത്തിന് യുവതിയെ ഭീഷണിപ്പെടുത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചുവെന്നാണ് വിവരം. പത്തനംതിട്ട സ്വദേശിയാണ് ഈ യുവ വ്യവസായി.
ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള 2 മരുന്നുകളാണ് ഇയാൾ എത്തിച്ചു നൽകിയത് എന്നും ഡോക്ടറുടെ പോലും സഹായമില്ലാതെ 4-ാം മാസത്തിൽ ഈ മരുന്ന് കഴിച്ച് യുവതി ഗർഭഛിദ്രം നടത്തിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഏത് രീതിയിലാണ് അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക എന്ന കാര്യവും ഇനി കണ്ടറിയണം. എറണാകുളത്തെ ഒരു അഭിഭാഷകനടക്കം 3-ാം കക്ഷികൾ നൽകിയ പരാതിയിലാണ് ഈ കേസ് ആദ്യമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. ഇതിൽ രാഹുലിനെതിരെ ആദ്യം ആരോപണമുന്നയിച്ച യുവനടി റിനി ആൻഡ് ജോർജിൽ നിന്ന് ക്രൈംബ്രാഞ്ച് സംഘം മൊഴി രേഖപ്പെടുത്തി. താൻ ആരോപണങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചുനിന്ന റിനി ചാറ്റ് വിവരങ്ങളും ക്രൈംബ്രാഞ്ചിന് കൈമാറി. പക്ഷേ നിയമപരമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ല എന്നാണ് റിനി ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചത്. ശബ്ദരേഖയിൽ പറയുന്ന യുവതിയിൽ നിന്നും അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചു. എന്നാൽ ഇവരും പരാതി നൽകാനോ നിയമപരമായി മുന്നോട്ടു പോകാനോ ഉള്ള മാനസികാവസ്ഥയിൽ അല്ല എന്നറിയിച്ചു. മറ്റൊരു ഇരയായ ട്രാൻസ് വുമണാകട്ടെ മൊഴി നൽകാൻ പോലും സന്നദ്ധത അറിയിച്ചതുമില്ല. ഇതോടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ വട്ടം കറങ്ങുകയാണ് അന്വേഷണ സംഘം. രാഹുലിനെതിരെ പരാതി നൽകിയവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. ഗർഭഛിദ്രം നടന്നെന്ന് പറയുന്ന ബംഗളൂരുവിലെ ആശുപത്രി കേന്ദ്രീകരിച്ചടക്കം അന്വേഷണം നടത്താൻ തയ്യാറായിരിക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘം. ആരോപണമുന്നയിച്ച ഏതെങ്കിലും യുവതികൾ മൊഴിയെടുക്കുന്ന അവസരത്തിൽ നേരിട്ട് പരാതി നൽകും എന്നും കരുതിയിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാൻ തയ്യാറായിരിക്കുകയായിരുന്നു അന്വേഷണ സംഘം. ഇവിടെയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു പ്രതിസന്ധി ഉടലെടുത്തത്. ഇതോടെയാണ് രാഹുലിനെതിരെ മൊഴി നൽകിയ യുവനടിയെ പരാതിക്കാരിയാക്കാൻ കഴിയുമോ എന്ന് നിയമോപദേശം തേടിയതും. ഇരയാക്കപ്പെട്ടവർ നേരിട്ട് പരാതി കൊടുക്കാതെ കേസുമായി മുന്നോട്ടു പോയാൽ കോടതിയിൽ തിരിച്ചടി നേരിടുമോ എന്ന ആശങ്ക അന്വേഷണ സംഘത്തിന് തുടക്കം മുതലേ ഉണ്ട്. അതുകൊണ്ടാണ് നേരിട്ട് പരാതി വാങ്ങാൻ ക്രൈംബ്രാഞ്ച് കിണഞ്ഞു ശ്രമിച്ചതും. രാഹുൽ മാങ്കൂട്ടം MLA ആണ്. അദ്ദേഹം പാലക്കാട്ടേക്ക് പോകുന്നു എന്ന് പറയുന്നത് കേട്ടു. പോകുന്നത് നല്ല കാര്യമാണ്. കാരണം ഇപ്പോൾ അവിടെ മുഖ്യമന്ത്രി പോയി സംസാരിച്ച ഒരു സദസ്സിൽ ആളില്ലായിരുന്നു. പാലക്കാട്ടെ ജനങ്ങൾ ആ രാഹുൽ മാങ്കൂട്ടത്തിനെ അംഗീകരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രിയുടെ പോലീസ് എടുത്ത കേസിന് അവർ ഒരു മാന്യതയും കൊടുക്കുന്നില്ല. അത് നിയമപരമായി തെറ്റെന്ന് കരുതുന്നവരാണ് അവിടെ ഉള്ളതെന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അവിടെ മുഖ്യമന്ത്രി ചെന്നപ്പം ഇപ്പം ക്രൈംബ്രാഞ്ചിൻ്റെ ആ കേസെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് ആ കോൺസ്റ്റിറ്റ്യുവൻസി ചെന്ന് കഴിഞ്ഞാൽ വളരെ അധികം ആൾക്കൂട്ടം ഉണ്ടാകേണ്ടതായിരുന്നു. ആൾക്കൂട്ടം കുറഞ്ഞു, ആൾക്കൂട്ടം ഇല്ലാതെ വന്നു. മുഖ്യമന്ത്രി അതിൽ ദേഷ്യപ്പെട്ടു എന്നും കാണുന്നുണ്ട്. ഏതായാലും പാലക്കാട്ട് മുഖ്യമന്ത്രി ഇപ്പോൾ ആൾക്കൂട്ടമില്ലെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ചിന്ത അതുകൊണ്ടാണ് അവിടെ ആൾ കൂടാതിരുന്നതെന്ന് വേണം കരുതേണ്ടി വരും. അതുപോലെ തന്നെ ഈ 11 പേരെ മൊഴി രേഖപ്പെടുത്തിയത് 11 പേരും തേർഡ് പാർട്ടികളാണ്. അതിൽ 2 സ്ത്രീകൾ, ഒരാൾ ഗർഭം ധരിച്ച ഒരു സ്ത്രീ ആയിരുന്നു പണ്ട്. അവർക്ക് താല്പര്യമില്ല. ആരുടെ ഗർഭമാണെന്ന് അവരാണ് പറയേണ്ടത്. അതിന് DNA പ്രശ്നങ്ങളൊക്കെ പിന്നീട് വരും. അത് ആ ക്രിമിനൽ അബോർഷൻ ആണെങ്കിൽ അവരും കൂടെ പ്രതിയാവും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ആരും ഇതിന് മുന്നോട്ട് വരില്ല. 2 സ്ത്രീകളിൽ മൊഴി കൊടുത്തവർ അവർ തേർഡ് പാർട്ടികളാണ്. 11 പേരും തേർഡ് പാർട്ടികളാണ്. അതിനകത്ത് റിനി എന്ന് പറഞ്ഞ ഒരു നടി മൊഴി കൊടുത്തിരുന്നു. അവർ ആരെ ഉദ്ദേശിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതായിട്ട് ഇന്ന് വരെ അവർ അംഗീകരിക്കുന്നില്ല. പൊതുവായ ചില സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞെന്നാണ് ആ നടിയായ റിനി പറയുന്നത് തന്നെ. അതേസമയത്ത് ഗർഭം അലസിപ്പിച്ച 2 പേരെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ക്രൈംബ്രാഞ്ച് 2 എന്നല്ല 10,000 പേരെ കണ്ടെത്താൻ കേരളത്തിൽ. ഇപ്പോഴത്തെ കുട്ടികളുടെ ചിന്താഗതിയാണ്, കേരളത്തിലുള്ള യങ്സ്റ്റേഴ്സ് ആരും ഇപ്പം കല്യാണം കഴിക്കുന്നില്ല. പലരും ഇല്ലീഗലായിട്ടുള്ള ബർത്ത് നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അബോർട്ട് ചെയ്യുന്നുണ്ട്. അത് സർവ്വസാധാരണമായി മൈനറായ ധാരാളം കുട്ടികൾ കേരളത്തിൽ 17-18 വയസ്സിന് അകത്തുള്ള കുട്ടികൾ പ്രഗ്നൻ്റ് ആയിട്ട് അബോർഷൻ നടത്തുന്നുണ്ട്. ലീഗലായിട്ട് അത് അബോർട്ട് ചെയ്യാൻ ആ കുട്ടി മൈനറായതുകൊണ്ട് അതൊരു ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി വേണമെങ്കിലും അത് അബോർട്ട് ചെയ്യുക. അതിനൊന്നും നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല. കുട്ടിയുടെ പേരിൽ കേസെടുക്കാൻ ഒക്കില്ല. അത് അബോർട്ട് ചെയ്യുന്ന ഡോക്ടർ മൈനർ ആയതുകൊണ്ട് അത് അബോർട്ട് ചെയ്ത് കളഞ്ഞാൽ ഡോക്ടർ അത് പോലീസ് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെയുള്ള നിയമപരമായ പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴെടുത്തിരിക്കുന്ന കേസ് നിയമപരമായി നിലനിൽക്കത്തില്ല. അത് ഡാമേജിങ് ആയിട്ട് പിന്നീട് വരും. അത് ഗവൺമെൻറ് ആരാണ് നിയമോപദേശം കൊടുത്തവർ എന്ന് ഇനി ചിന്തിക്കേണ്ടി വരും. കാരണം അവർ ഇതിനകത്ത് ലയബിളാണ്. കാരണം DYSP ഒരു കേസ് സോമോട്ടോ എടുത്തെങ്കിൽ അതിനൊരു ഡയറക്ഷൻ വരണം, മേലുദ്യോഗസ്ഥൻ്റെ അനുവാദം വേണം. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തിന് ഇഷ്ടത്തിന് രജിസ്റ്റർ ആണെങ്കിൽ അത് പറയട്ടെ, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ്റെ അഡ്വൈസ് മൂലമാണ് മേലുദ്യോഗസ്ഥൻ്റെ പേര് പറയേണ്ടി വരും. എങ്ങനെയായാലും ഈ കേസിൽ ഒരു ഫാക്ച്വൽ റിപ്പോർട്ട് കോടതി കൊടുക്കേണ്ടി വരും. അത് റെഫർ ചെയ്ത് കളഞ്ഞാലും ശരി, മുന്നോട്ട് ഫർദർ ആക്ഷൻ ഡ്രോപ്പ് ചെയ്താലും ശരി,
കോടതിക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും. കോടതിക്ക് ആരെയെങ്കിലും കുറ്റപ്പെടുത്തി ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ കോടതി ആ ചാർജ് ഷീറ്റ് അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല. അത് തള്ളുകയോ അത് റിജക്റ്റ് ചെയ്യുകയോ ഒക്കെ കോടതിക്ക് ചെയ്യാം. കാരണം കോടതി അങ്ങനെ ഒരു ഫാക്ച്വൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യുന്നത് കോടതിയാണ്. ലീഗലായിട്ട് ഫ്രെയിം ചെയ്യാൻ പറ്റാത്ത ഒരു ചാർജ് ഷീറ്റാണെങ്കിൽ കോടതി തള്ളിക്കളയും, റിജക്റ്റ് ചെയ്യും, അതിൻ്റെ പുറത്ത് ഫർദർ ആക്ഷൻ ഡ്രോപ്പ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ അത് ചാർജ് ഷീറ്റ് കോഗ്നിസൻസ് അതിനകത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കും പോലീസിന്. ഇതൊക്കെ ഇനി വരാൻ പോകുന്ന സംഭവമാണ്. കാരണം 11 പേരുടെ മൊഴി തേർഡ് പാർട്ടികൾ ഇതുമായിട്ട് ബന്ധമില്ലാത്ത, ഒരു ഗർഭഛിദ്രമായിട്ട് ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ ഒരാളെ അവഹേളിച്ചു എന്ന് പറയാനായിട്ട് ഒരു മൊഴി കൊടുക്കാൻ തയ്യാറില്ലാത്ത 1-2 സ്ത്രീകൾ, 2-3 സ്ത്രീകളും മറ്റു 11 പേരും വന്നിരിക്കുന്നതൊക്കെ ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ് തേർഡ് പാർട്ടികളെ. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് MLA അതിനകത്ത് പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരു സ്കോപ്പുമില്ല. അതേ സമയത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് വെളിയിലാക്കിയത്? രാഷ്ട്രീയപരമായ ചിന്തയായിരിക്കാം. അതിനകത്ത് പ്രതിപക്ഷങ്ങളുണ്ടാകാം, അല്ലെ ഭരണകക്ഷിയുണ്ടാകാം. കാരണം അത് അവരുടെ രാഷ്ട്രീയ പാർട്ടി വ്യക്തിപരമായ അല്ലെങ്കിൽ സംഘടനാപരമായ കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് ആരെങ്കിലും ഇയാളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചോ, അതിൻ്റെ ഭാഗമായിട്ടാണോ അദ്ദേഹത്തിനെതിരായിട്ട് രാഷ്ട്രീയമായ നടപടി ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി പരിശോധിക്കേണ്ടി വരും. ഏതായാലും പോലീസിന് ഇത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ല. കാരണം ഇത് ക്ലോസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഫാക്ച്വൽ റിപ്പോർട്ട് അത് ഫർദറായി ഇനി ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നൊരു റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും. അതോടുകൂടി മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് പോലീസ് നടത്തിയതെന്നും പോലീസ് എന്താണ് അവരുടെ നിഗമനമെന്നും പോലീസ് എന്തുകൊണ്ടാണ് ഒരു കേസെടുത്തതെന്നും അതിനകത്തൊരു കോഗ്നിസൻസ് ഉണ്ടെന്ന ഒരു DYSP അത് ലോക്കൽ പോലീസിലുള്ള ആളല്ല, ക്രൈംബ്രാഞ്ചുള്ള ആൾക്ക് തോന്നാൻ കാരണമെന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരും. കാരണം ഇപ്പം പോലീസിലെ നമുക്കറിയാം പഴയ 10-12 വർഷങ്ങൾക്ക് മുമ്പ് മാരകമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച പലരും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. കാരണം അവരെ മർദ്ദിച്ച രംഗങ്ങളൊക്കെ CCTV ദൃശ്യത്തിന് കൊടുക്കണമെന്നുള്ള സുപ്രീം കോടതിയുടെ ഓർഡർ അനുസരിച്ച് കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. പലർക്കും കിട്ടി, അതിന് പലരും കേസ് കൊടുത്തു. പല സർവീസിലിരിക്കുന്ന രാഷ്ട്രീയ സ്ഥാനം കൊണ്ട് പല സ്ഥലങ്ങളിലും ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം വന്നാലും ശരി, പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ സാധനം കൊണ്ട് അവർ വലിയ സംഭവമാണ് എന്ന് തോന്നി പ്രസിഡന്റ് മെഡലും മറ്റേതൊക്കെ മറച്ചു ഇതൊക്കെ വാങ്ങിച്ചെടുക്കുന്നത്. പല ഓഫീസർമാരുടെയും പിന്നാമ്പുറം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ മ്ലേച്ഛമായ ചരിത്രമുള്ള പലരുമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലോട്ട് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും പൊതുജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ചില നടപടികളിലേക്ക് പ്രവേശിക്കേണ്ടി വരും. കാരണം ആ രീതിയിൽ കാര്യങ്ങൾ മറിഞ്ഞു പോകുന്നതായിട്ടാണ്. പല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ നമ്മൾ കാണുന്നവരെല്ലാവരും ലോ ആൻഡ് ഓർഡറിൽ വന്ന് ചേക്കേറി ഇരിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണെന്നുള്ള യാതൊരു സംശയമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്കെതിരെ പരിക്കേറ്റിട്ടും വീണ്ടും വന്ന് ഈ ശിക്ഷ കിട്ടിയിട്ടും പോലീസിൽ ചെറിയ രീതിയിലുള്ള ശിക്ഷ വന്നിട്ടും അവരെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യാതെ സ്വാധീനം കൊണ്ട് വീണ്ടും വന്ന് ലോ ആൻഡ് ഓർഡറിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അതിനൊക്കെ സമാധാനം ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാർ പറയേണ്ടി വരും എന്ന കാഴ്ച നമുക്കിനി കാണാം.